മൈത്രേയൻ ഹാഷ്മി രാഹുൽ ഈശ്വർ സംവാദം കണ്ടു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിന്റെ കമന്റ് ബോക്സ് ആണ്. എല്ലാവരും മൈത്രേയനെ പൊക്കി പറയുന്നു, ഹാഷ്മിയെയും രാഹുൽ ഈശ്വറിനെയും കളിയാക്കുന്നു. പൊതുവെ മൈത്രേയന്റെ നിലപാടുകളോട് അത്ര സഹിഷ്ണുത കാണിക്കാത്തവരെയാണ് കമന്റ് ബോക്സുകളിൽ സാധാരണ കാണാറുള്ളത്. എന്നാൽ ഇവിടെ വലിയൊരു മാറ്റം കണ്ടു. കേരളത്തിലെ ജനങ്ങൾ മൈത്രേയന്റെ ചിന്തകളോട് താല്പര്യം കാട്ടി തുടങ്ങുന്നതിന്റെ ഒരു ലക്ഷണമാണോ ഇത്? അതോ മൈത്രേയന്റെ ഫാൻസ് മാത്രം വീഡിയോ കൂടുതൽ കണ്ടതിന്റെ എഫക്റ്റ് ആണോ? ഇനി അത് രണ്ടുമല്ല, ചർച്ചയിൽ ഹാഷ്മിയും രാഹുൽ ഈശ്വറും ദയനീയ പ്രകടനമായിരുന്നു എന്നതായിരുന്നു കാരണം. ചർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ പ്രത്യേകം പറയുന്നു, ഇത് ഈ ചർച്ചയെക്കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ ആണ്, അല്ലാതെ മൈത്രേയന്റെ മൊത്തത്തിലുള്ള വാദങ്ങളോടുള്ള അഭിപ്രായ പ്രകടനമല്ല. ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത, ഇവിടെ പ്രത്യേകിച്ച് ഒരു വിഷയം എടുത്തിട്ടല്ല ചർച്ച, മറിച്ച് മൈത്രേയൻ എന്ന വ്യക്തിയാണ് ചർച്ചയുടെ വിഷയം. മൈത്രേയൻ ഒരു വശത്തിരിക്കുന്നു, മറ്റു രണ്ടുപേരും ചേർന്ന് മൈത്രേയൻ ആ പറഞ്ഞത് ശരിയാണോ, ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. സംഭവം ജനകീയ കോടതി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ഫോർമാറ്റ്. അതായത് ഒരു വ്യക്തിയെ അവിടെ വിചാരണ ചെയ്യുകയാണ്. പ്രധാനമായി 3 കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. 1, മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്യണം എന്ന മൈത്രേയന്റെ നിലപാടിനെ എതിർക്കുന്നു. 2, രാജ്യസ്നേഹം, രാജ്യാതിർത്തി എന്നിവ പൊള്ളത്തരമാണ് എന്ന മൈത്രേയന്റെ നിലപാടിനെ എതിർക്കുന്നത്. 3, മനുഷ്യരിലെ നന്മ തിന്മ ഇതൊക്കെ പരിണാമപരമായി മനുഷ്യന് കൈവന്നതാണ്, അല്ലാതെ ഒരാൾ സ്വന്തമായി ഉണ്ടാക്കുന്ന നേട്ടമൊന്നുമല്ല എന്ന വാദത്തിനെ എതിർക്കുന്നത്. മൂന്നാമത്തേത് ശരിക്കും രണ്ടാമത്തെ പോയിന്റിന്റെ ഒരു സബ് ചർച്ചയാണ്. ഇനി ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്യണം എന്ന വാദത്തെ ഹാഷ്മി ഇമോഷണൽ ആയാണ് നേരിടുന്നത്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യരുത് എന്നതിനെ കുറിച്ച് വാലിഡ് ആയ ഒരു പോയിന്റ് പോലും ഹാഷ്മി പറയുന്നില്ല. കേരളത്തിലെ യുവജനങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആവുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ലീഗലൈസ് ചെയ്താൽ ടെസ്റ്റിംഗ് ഒക്കെ നടന്ന് നിയമവിധേയമായിട്ടായിരിക്കും പുറത്തു വരിക. ലീഗൽ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് ക്രിമിനൽസ് അഥവാ അണ്ടർവേൾഡ് ആയിരിക്കും എന്ന വാലിഡ് പോയിന്റിന് ഒരു തരത്തിലും അക്നോളജ് ചെയ്യാതെയാണ് ഹാഷ്മി സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് ചുമ്മാ ഇമോഷണൽ ആകുന്നതിന് പകരം ലീഗലൈസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നന്നായി പഠിച്ചു വന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചർച്ച നടക്കും, നമുക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നായിരുന്നു. മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്താൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഹാഷ്മി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്യാത്ത കേരളത്തിൽ നടന്ന പ്രശ്നങ്ങളാണ്. അതായത് ലീഗലൈസ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ കൂടുകയാണോ ചെയ്യുക അതോ കുറയുകയാണോ ചെയ്യുക എന്നതിനെ കുറിച്ച് ഫാക്ട് ബേസ്ഡ് ആയി പറയാൻ ഹാഷ്മി ശ്രമിക്കുന്നില്ല എന്ന്. ഈ പറഞ്ഞ കേസുകളിൽ ശരിക്കും അവർ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ അവർക്ക് കിട്ടിയത്, അതോ ക്രിമിനൽസ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ക്വാളിറ്റിയിൽ മാറ്റം വന്ന ലേസ്ഡ് ആയ സാധനങ്ങളാണോ ഉപയോഗിച്ചത് എന്ന റിസർച്ച് ഒക്കെ വേണമെന്ന്. ഇനി മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങൾ വേണ്ടിടത്ത് നിന്ന് അറിഞ്ഞും മനസ്സിലാക്കിയും വളർന്ന ഒരു തലമുറയിൽ അത് ലീഗലൈസ് ചെയ്താലും നെഗറ്റീവ് എഫക്ട് തന്നെയായിരിക്കും എന്ന് സ്ഥാപിക്കാനും ഹാഷ്മി ശ്രമിക്കുന്നില്ല. ചുരുക്കത്തിൽ വലിയൊരു ഫലപ്രദമായ ചർച്ചയിലേക്ക് എത്തേണ്ട ഒരു സംവാദത്തെ വെറുമൊരു വാഗ്വാദമായി ഹാഷ്മി മാറ്റിക്കളഞ്ഞു. അടുത്തത് രാജ്യസ്നേഹവും രാജ്യാതിർത്തികളുമാണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഹാഷ്മി ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയാണ് വരുന്നത്. അതിർത്തികളൊന്നും ആയില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും എന്നൊരു പെസിമിസ്റ്റിക് ലൈൻ. ഗ്ലോബലൈസേഷൻ വന്നതും രാജ്യങ്ങളുടെ അതിർത്തികൾ അത്ര കണ്ട് സ്ട്രോങ് അല്ലാതായി മാറുന്നതും എല്ലാവരും വേണം നന്നായി ജീവിക്കാൻ എന്നൊരു അവസ്ഥ വന്നതും നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ലോകാവസാനം വരെ ശത്രുക്കൾ തന്നെയായിരിക്കും, ആ അതിർത്തി അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന രീതിയിലുള്ള വർത്തമാനം എന്തൊരു ദുരന്തം പറച്ചിലാണ്. ആ ഒരു തെറ്റിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ടാണ് പിന്നെ ഹാഷ്മിയുടെ വാദങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അവിടെയും ഫലപ്രദമായ ഒരു സംവാദം ഉണ്ടായില്ല. അതിർത്തികളെ പറ്റി മൈത്രേയൻ വളരെ ഭംഗിയായി യൂറോപ്പിലെ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ചത് ഗംഭീരമായിരുന്നു. മൈത്രേയൻ ഹാഷ്മിയെ പലപ്പോഴും ക്രൂരമായി ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതും ഒരു സത്യമാണ്. അറിവുകേടുകളോടുള്ള ഒരു അസഹിഷ്ണുത മൈത്രേയനിൽ മുൻപും കണ്ടിട്ടുണ്ട്. ആ അസഹിഷ്ണുതയാണോ അയാൾക്ക് ഇത്രയും ഫാൻസിനെ ഉണ്ടാക്കിയത് എന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അതിർത്തി, പണം, ഗവൺമെന്റ്, ജാതി, മതം, വിവാഹം, നിയമം, രാജ്യം, മാസം, വർഷം ഇതൊക്കെ മാൻമെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സംഭവത്തിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് വളരെ നാച്ചുറലായി തോന്നുന്നത് നമ്മൾ അതിനകത്ത് വളർന്നതുകൊണ്ടാണ്. പക്ഷേ സത്യത്തിൽ ഇതൊന്നും റിയൽ അല്ല, മാറ്റാൻ പറ്റാവുന്നതാണ്. അങ്ങനെ മാറിയത് പലതും നമ്മൾ കണ്ടതുമാണ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് അവിടെ മൈത്രേയൻ സംസാരിക്കുന്നത്. എന്നാൽ ഹാഷ്മി അതിലേക്ക് എത്തുന്നുമില്ല. എന്തുകൊണ്ട് രാജ്യസ്നേഹം മതവർഗീയതയേക്കാൾ അപകടകരമാകുന്നു എന്ന് മൈത്രേയൻ വിശദീകരിക്കുന്നത് ചില ഗവൺമെന്റുകൾ വരെ ആയുധ വിൽപ്പനയ്ക്ക് വേണ്ടി ഈ രാജ്യസ്നേഹത്തെ ഉപയോഗിക്കുന്നു, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു, അശാന്തി ഉണ്ടാകുന്നു എന്ന് കാണിച്ചാണ്. താലിബാനെ ഉദാഹരണമാക്കുന്നുണ്ട്. അവിടെയും ഫലപ്രദമായ കൗണ്ടർ പോയിന്റ്സ് ഒന്നും ഹാഷ്മിയിൽ നിന്ന് വരുന്നില്ല. അപ്പോഴാണ് രാഹുൽ ഈശ്വറിന്റെ വരവ്. മൈത്രേയന്റെ ഫിലോസഫിയെ കുറച്ച് റിസർച്ചിന്റെ പിൻബലത്തിൽ തറപറ്റിക്കാമെന്ന് കരുതി കുറച്ച് പേപ്പറുകളുമായാണ് വരവ്. നന്മ തിന്മകളെ കുറിച്ച് രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഭാഗത്ത് അതൊക്കെ കുറച്ച് അറിവ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. നല്ല ചോദ്യങ്ങളുമായിരുന്നു. എന്തുകൊണ്ട് ചില വ്യക്തികൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ, സ്വന്തം കുടുംബത്തെ ഓർക്കാതെ അന്യരെ സഹായിക്കാൻ നിൽക്കുന്നു എന്ന ചോദ്യം. ആൾട്രൂയിസവും പരിണാമവും സെൽഫിഷ് ജീൻ തമ്മിലുള്ള ബന്ധവും ഒക്കെ പറഞ്ഞ് ഒരു വിശദീകരണം അവിടെ ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും മൈത്രേയൻ ആ ചോദ്യത്തെയും ചോദ്യകർത്താവിനെയും നിസാരമെന്ന രീതിയിൽ അവഗണിച്ചു കളഞ്ഞു. ഇതിനുള്ള ഉത്തരമൊന്നും നീ അർഹിക്കുന്നില്ല എന്നൊരു രീതി അതത്ര നല്ലതായി തോന്നിയില്ല. ഇവല്യൂഷൻ അനുസരിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ ജീനിന്റെ സർവൈവൽ നോക്കിയാണ് പെരുമാറേണ്ടത്. അതായത് നമ്മുടെ മക്കൾ, സിബ്ലിങ്സ്, കസിൻസ്, നമ്മുടെ ട്രൈബ് ഇതൊക്കെ കഴിഞ്ഞ് സ്ട്രേഞ്ചേഴ്സ് വരും. എന്നാൽ ചില മനുഷ്യർ ഇതൊന്നുമല്ലാതെ സ്വന്തം ജീവൻ റിസ്ക് എടുത്തും സ്ട്രേഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ ചെയ്യുന്നതിന് സയൻസ് പറയുന്ന കാരണങ്ങൾ
സിദ്ധാന്തങ്ങൾ ഒന്ന് മിസ്മാച്ച്ഡ് എവല്യൂഷൻ ആണ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ നമുക്കറിയാവുന്ന ഒരു ട്രൈബിന്റെ ഉള്ളിലാണ് ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നമുക്കറിയാത്തവർക്കിടയിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഇതൊക്കെ എന്റെ ട്രൈബാണ് എന്ന് കരുതി ബിഹേവ് ചെയ്യുന്ന അവസ്ഥയാണ് മിസ്മാച്ച്ഡ് എവല്യൂഷൻ. രണ്ടാമത്തേത് റെപ്യൂട്ടേഷൻ ആൻഡ് റിവാർഡ് ആണ്. അതായത് സെൽഫ് സാക്രിഫൈസിംഗ് ബിഹേവിയർ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നൽകും. ഹീറോയിസം, രക്തസാക്ഷി ഇമേജ് അതൊരു റിവാർഡാണ്. മൂന്നാമത്തേത് മിറർ ന്യൂറോൺസ് ആണ്. ചില മനുഷ്യരുടെ എമ്പതി അവരുടെ ട്രൈബിനെയും കടന്നുപോകും. വേറൊന്ന് കൾച്ചറൽ ആൻഡ് മോറൽ എവല്യൂഷൻ ആണ്. സെൽഫ്ലെസ് ആക്ട്, ദയ, കാരുണ്യം ഇതൊക്കെ നല്ലതാണ് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. മതത്തിന്റെ റിവാർഡ്സിൽ അന്ധമായി വിശ്വസിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കാരണമാകാറുണ്ട്. വേറൊന്ന് ചില പ്രൊഫഷനുകളിൽ അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുന്നു എന്നതാണ്. ഉദാഹരണം സൈനികരും ഫയർ ഫൈറ്റേഴ്സും ഒക്കെ. ഇനി വേറൊന്ന് ചില മനുഷ്യർ ബയോളജിക്കലി അങ്ങനെയാണ് എന്നതാണ്. ചിലർക്ക് ഇമ്പൾസീവായി റിയാക്ട് ചെയ്യാനുള്ള പ്രവണത കൂടുതലായിരിക്കും, ചിലർക്ക് ബ്രേവറി കൂടുതലായിരിക്കും. ചർച്ചയിലെ അടുത്ത പോയിന്റ് മൈത്രേയിന്റെ ചില നിലപാടുകൾ കാരണം കുടുംബം വേദനിച്ചില്ലേ എന്നതാണ്. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ വെച്ച് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കനി കുസൃതി പറയുന്ന ഒരു വീഡിയോയും പ്ലേ ചെയ്യുന്നുണ്ട്. കുട്ടികളെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ ഒരു പേരൻസിനും ആകില്ല. എന്നാൽ കുട്ടികളെ ട്രോമയിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങളെ ഒഴിവാക്കാനും കഴിയണം. അപ്പോൾ എവിടെയാണ് അതിന്റെ അതിർവരമ്പ്? നാട്ടുകാർ പഠിപ്പിച്ചുവിട്ട കുട്ടികൾ സ്കൂളിൽ ചെന്ന് സ്വന്തം കുട്ടിയെ കളിയാക്കുമെന്ന് കരുതി തന്റെ ഫിലോസഫി മാറ്റിവെക്കണോ, അതോ സ്വന്തം കുട്ടിയെ അത് നേരിടാൻ പ്രാപ്തരാക്കണോ? എനിക്ക് ഇന്നും ഡൗട്ടുള്ള ഒരു വിഷയമാണിത്. ഉദാഹരണത്തിന് ഞാൻ ഞങ്ങളുടെ മകന്റെ പേര് എന്തിടും എന്നൊരു വിഷയം വന്നപ്പോൾ ഒന്ന് രണ്ട് പേരുകളെ കുറിച്ച് എന്റെ ജർമ്മൻ കൊളീഗ്സിന്റെ അഭിപ്രായം ചോദിച്ചു. ഈ പേരിന് ജർമ്മൻ ഭാഷയിൽ വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ, അത് കാരണം അവൻ സ്കൂളിൽ കളിയാക്കപ്പെടുമോ എന്നതായിരുന്നു എന്റെ ആശങ്ക. അതിലൊരു പേര് രത്തൻ എന്നതായിരുന്നു. റാറ്റൻ എന്നൊരു വേർഡ് ജർമ്മനിൽ ഉണ്ടെന്നും എലികൾ എന്നാണ് അർത്ഥമെന്നും ആ പേര് കാട്ടി ഒരാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു അയാളുടെ 2 മക്കൾക്കും ജർമ്മനിലെ ഏറ്റവും കോമൺ ആയ 2 പേരാണ് ഇട്ടിരിക്കുന്നത്. കാരണം പേരിന്റെ പേരിൽ അയാൾ അനുഭവിച്ച പോലെ ഒരു ബുള്ളിങ് മക്കൾ അനുഭവിക്കരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട് എന്ന്. പക്ഷെ മറ്റൊരു ജർമ്മൻ കൊളീഗ് എന്നോട് പറഞ്ഞത് മറ്റു കുട്ടികളോ മറ്റു മനുഷ്യരോ എന്ത് പറയും എന്ത് ചിന്തിക്കും എന്നതിനെ ഓർത്ത് ബോധേഡാകേണ്ട ആവശ്യമില്ല, മക്കളെ കുറച്ചൊക്കെ ഇത്തരം അവസ്ഥകളിൽ പ്രാപ്തരാക്കാനാണ് നോക്കേണ്ടത് എന്ന്. ഇത് വെറും ഒരു പേരിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ജർമ്മൻ ഭാഷയിലും സേഫ് ആയ ഒരു പേര് കണ്ടെത്തി ബുള്ളിങ് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആശയങ്ങളുടെ കാര്യം വരുമ്പോൾ ഇത് അത്ര പ്രാവർത്തികമല്ല. മൈത്രേയന്റെ വ്യക്തി ജീവിതത്തെ മുൻനിർത്തി നന്മ തിന്മയൊക്കെ പൊക്കിക്കാട്ടി കത്തി കയറാൻ രാഹുൽ ഈശ്വർ നോക്കുമ്പോഴും ഒരു ഗ്രിപ്പ് കിട്ടാതെ പോവുകയാണ് ചർച്ചയിലുടനീളം. ചുരുക്കി പറഞ്ഞാൽ മൈത്രേയന്റെ ഫിലോസഫി മോശമാണെന്ന് കാണിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഹാഷ്മിക്കും രാഹുൽ ഈശ്വറിനും അത് സാധിച്ചില്ല. മൈത്രേയൻ തന്നെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ വിഷയത്തിൽ അറിവുള്ള ആരെങ്കിലും എതിർഭാഗത്ത് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ എന്താണ് ആ ഒരു ചർച്ചയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.